ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. രാഹുൽ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പുതിയ വഴിത്തിരിവിലേക്കൊക്കെ പോകുന്നു. ADGP H. വെങ്കിടേഷ് ഇന്നിപ്പോൾ നിയമോപദേശം തേടാനൊക്കെ പോകുന്നു എന്ന് കേട്ടു. ഈ നിയമോപദേശം തേടുന്നത് പ്രശാന്തിനെതിരെ കേസെടുക്കണോ, പ്രശാന്തിൻ്റെ ഭരണസമിതിക്കെതിരെ കേസെടുക്കണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ നിയമോപദേശം തേടാൻ പോകുന്നത്. അതിനിടെയാണ് ഇന്ന് രാവിലെ ചെന്നിത്തല സഭയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെന്നിത്തലയെ കാണാൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ ആകെ എന്തായിരിക്കും കാര്യം എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടിയൊന്നും തന്നില്ല. രാഹുൽ എന്ന് തോന്നുന്നു വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു സന്ദർശനം, പ്രത്യേകിച്ച് പഴയ ദേവസ്വം മന്ത്രിയുടെ സന്ദർശനം പുതിയ ആഭ്യന്തരമന്ത്രിയിലേക്ക് ചോദ്യങ്ങൾ ഉയർത്താം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശ്രീ ചെന്നിത്തല ഒരു വളരെ വിശ്വാസിയായ വ്യക്തിയാണ്. നമുക്കെല്ലാം അറിയാലോ. ശ്രീ രമേശ് ചെന്നിത്തല ഒരു നല്ല വിശ്വാസിയാണ്, അയ്യപ്പ വിശ്വാസിയാണ്, ശബരിമലയും ഗുരുവായൂരൊക്കെ സ്ഥിരം പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏതെങ്കിലും സമ്മർദ്ദത്തിന് വശംവദനാകുമെന്ന് തോന്നുന്നില്ല. ശ്രീ കടകംപള്ളി മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയതാണോ എന്നും അറിയില്ല. ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത്രയും കാലമായിട്ടും എത്ര സ്വർണമാണ് പോയത് എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. SIT അത് പറഞ്ഞിട്ടുമില്ല. അത് വലിയ പ്രശ്നമാണ്. രണ്ട്, SITയുടെ വിശ്വാസ്യത പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ ഏറ്റവും റോക്ക് ബോട്ടം ആയിരുന്നു. അതൊരു പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറി. അദ്ദേഹം തന്നെ ആയിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി. അങ്ങനെയാണ് തന്ത്രിയെ കൊടുക്കുന്നതടക്കമുള്ള വളരെ നീചമായ പ്രവർത്തികളിലേക്ക് അവർ പോയത്. ശ്രീ രമേശ് ചെന്നിത്തല അത്തരത്തിൽ യാതൊരു സ്വാധീനത്തിനും വശപ്പെടില്ല എന്നുള്ളതാണ് എന്റെ ഉത്തമമായ ബോധ്യം. നമുക്ക് കൂടുതൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഭക്തരെ എല്ലാം അങ്ങേയറ്റം വേദനിപ്പിച്ചൊരു വിഷയമാണ്. എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഈ വിഷയത്തിൽ, ക്ലോഷർ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹവും അഭ്യർത്ഥനയും. രാഹുൽ, പക്ഷേ എൻ്റെ ഒരു സംശയം വരുന്നത്, കോടതി കഴിഞ്ഞ ദിവസം പ്രതി ചേർക്കാം എന്ന് പറഞ്ഞതാണ് പ്രശാന്തിനെതിരെ. പ്രശാന്തിൻ്റെ 2025 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കോടതി അങ്ങനെ പറഞ്ഞത്. അക്കാര്യത്തിൽ കടകംപള്ളി ഇടപെടുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ വരുന്ന ഒരു സംശയം വരുന്നത്, 2019 പല വസ്തുതകളും അതിന് മറ പിടിക്കാൻ വേണ്ടിയാണത്രേ 2025 പ്രശാന്തും പ്രശാന്തിൻ്റെ ഭരണസമിതിയും ശ്രമിച്ചത്. അത് നമ്മളൊക്കെ പല തെളിവുകളും നമുക്കും ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അത് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ചെന്നിത്തലയെ കാണുന്നത്, ആഭ്യന്തരമന്ത്രിയെ കാണുന്നത്. അവിടെയാണ് താങ്കളുടെ ന്യൂസ് പറയുന്ന പോലെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ന്യൂസ് സ്പേസ് ആണ്. നമുക്കിനി അറിയില്ല മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ കണ്ടതെന്ന് എനിക്കറിയില്ല. രണ്ട്, ശ്രീ ചെന്നിത്തലയെ പോലൊരാൾ അത്തരം സ്വാധീനത്തിന് വശംവദനാകുന്ന ആളല്ല. മാത്രമല്ല UDF ഭരണത്തിൽ വരാൻ പല പ്രമുഖ കാരണങ്ങളിൽ ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കൂടിയാണ്. പ്രത്യേകിച്ച് പോറ്റിയെ കയറ്റിയ സ്വർണ്ണം ചെമ്പായി മാറ്റിയ പോലുള്ള പാട്ടുകൾ. രാഹുലെ, ചെന്നിത്തല വശംവദനാകുമോ എന്നതല്ല, ചെന്നിത്തല ഒരുപക്ഷെ അതിനെ ചെവി കൊടുക്കില്ലായിരിക്കാം. എന്നിരുന്നാൽ പോലും കടകംപള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞല്ലേ പറ്റൂ. അത് തന്നെയായിരിക്കില്ലേ കടകംപള്ളി വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയിക്കൂടെ? അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് അങ്ങനെ അനുമാനിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതായത് ഇപ്പം വേറെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് അറിയില്ല. ബട്ട് അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ്, കാര്യം ജെനുവിൻലി ഒരു പ്രശ്നമാണല്ലോ. ഹൈക്കോടതിയിലേക്ക് കേസ് നീങ്ങുന്നു, ശ്രീ പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടായിക്കുമെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ശ്രീ കടകംപള്ളി പോകുമ്പോൾ സ്വാഭാവികമായ ചോദ്യങ്ങൾ വരും. അപ്പൊ അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ്, കടകംപള്ളി സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കടകംപള്ളി സാറിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ നോക്കണം. അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് ആൻഡ് പ്രൂവ്ഡ് അതർവൈസ് ആൾക്കാർ സംശയിക്കുക സ്വാഭാവികമാണ്. അതിന് യാതൊരു കുറ്റവുമില്ല. നാച്ചുറൽ ആണല്ലോ എല്ലാവരും ഈ വിഷയം. കാര്യം കടകംപള്ളി സാറിലേക്ക് ഇത് എത്തുമോ എന്നുള്ളൊരു ചോദ്യം കുറെ കാലമായി പലരും റേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു സന്ദർശനം, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ഇതിലേക്കുള്ള സന്ദർശനം, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ് ആൾക്കാർക്ക് സംശയം തോന്നാം. അതുകൊണ്ട് അതിനുള്ള സ്കോപ്പില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്റെ ഒരു അഭ്യർത്ഥന, വി ഹാവ് ടു ബി മോർ കോഷ്യസ്. കാര്യം ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് ഒരു അമ്പലത്തിൽ നിന്ന്, ഒരു സഹകരണ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചു എന്ന് പറയുന്ന പോലെ അല്ല ഒരു അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ കൊള്ളയടിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരോപണങ്ങളെല്ലാം ഒരുപാട് പേരുടെ ലൈഫിനെ ബാധിക്കും. വി ഹാവ് ടു ബി കോഷ്യസ്. എന്നാലും ശ്രീ കടകംപള്ളി അതിനൊരു വിശദീകരണം നൽകേണ്ടത് വളരെ ആവശ്യമാണ്. തീർച്ചയായും വളരെ നന്ദി രാഹുൽ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.